queen of Transylvania, but now we live in suburbia without any friends about Barcelona. My baby came down from Romania. She was a queen of Transylvania, but now we live in suburbia without any friends about Barcelona. Come on baby, this is what you need. Everybody dancing to this beat. Come on baby, this is what you need. താങ്കളുടെ ഭാര്യനോട് ഞാൻ തെറ്റിയറിയോ? ഭാര്യനെ ഞാൻ ഒഴിവാക്കി. ഞാൻ മിണ്ടില്ല. എനിക്ക് ഭയങ്കര വിഷമായി. എനിക്കിന്ന് സിംഗിൾ എടുക്കുന്ന ഇഷ്ടമില്ല. ഞാൻ തല്ലാ പ്രതീക്ഷിക്കുന്ന കരയുന്നേ. എനിക്ക് സത്യം നല്ലത്. പക്ഷെ വേറൊരു കാര്യം പറഞ്ഞത്, എനിക്ക് ഉണങ്ങിയ ഡ്രസ് ഉണ്ടായിരുന്നു. ഇത് നല്ല നന. ഞാൻ അങ്ങനെ നിക്കും, ആ ക്യാമറ കളിക്കണം. എന്ത് എനിക്ക് വയ്യെങ്കിൽ നിന്ന പോലെ തോന്നും. എനിക്ക് എന്താ പോലെ തോന്നും. ഞാൻ Cu frumul senza dai baci pe toți în boare. Orice bărbat te dorește, când te vede nebunește. Ți-ar da, ți-ar da orice, ți-ar da și casă. കട്ടട്ടെ പറയുമ്പോ ഞാൻ കട്ടാക്കും. കിട്ടിയില്ലേ? നമ്മൾ കുറച്ച് ടാസ്കുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ശ്രീകുട്ടിക്ക് വേണ്ടിയിട്ട് ഇതിൽ ആരെങ്കിലും ഒരാൾ വന്നിട്ട് എടുക്കും. അതുപോലെ ശ്രീകുട്ടി ചെയ്യണം. അങ്ങനെയല്ലെങ്കിൽ പറഞ്ഞാൽ ചിലപ്പോ വീട്ടിൽ നിന്ന് പുറത്താക്കും. അഭിയേട്ടാണ് മാക്സിമം പോയൊരു കച്ചറയിനെ വിളിക്കും. വേറെ ഒന്നും ഞാൻ എന്നുള്ളതാണ് പള്ളിയിലെ ദിവട്ടെ. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ദീപട്ടിന്. വിളിച്ചിട്ട് ഡ്രസ് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കാണ്. ഒരു 15,000 റുപ്പീസ് ഗൂഗിൾ പേ ചെയ്യാനാണ് നമ്മള് അരി അട്ടം പോയിട്ടോ പറയില്ല. അബേട്ടാ എനിക്കൊരു ഡയമണ്ടിന്റെ റിങ് മേടിച്ചു തരുമോ? എന്റെ മുത്ത വീട്ടിലല്ലേ അബേട്ട ചക്കരല്ലേ? എവിടെയാ? അബേട്ടാ എനിക്ക് വല്ലാതെ മിസ് ചെയ്യുന്നു. ഒരു ഉമ്മ വരുമോ? ഞങ്ങളാ ഞാനൊരു 100 കല്യാണാലോചന കൊടുത്തിട്ട് അവൾക്ക് പറ്റില്ല 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 എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഇന്റെ അഭിയേട്ടനെ ഞാൻ കല്യാണം കഴിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇതില് സെറ്റ് ആയത്. അവളുടെ കല്യാണം ആലോചിച്ച് വരുന്ന എല്ലാ ചെക്കന്മാരോടും ഞാൻ പറഞ്ഞു വേണമെങ്കിൽ രക്ഷപ്പെട്ടോ എന്ന്. അഭിനെ വിളിച്ച് മാറ്റി ഞാൻ പറഞ്ഞാൽ രക്ഷപ്പെട്ടത് പെട്ടില്ല. നീ പോകാൻ ഏതായാലും കുടുങ്ങട്ടെ. അപ്പോ ശ്രീകുട്ടി പോണേല് വളരെയധികം സന്തോഷം. ഇത് ആക്ച്വലി ശ്രീലക്ഷ്മിക്കുള്ള സർപ്രൈസ് ആണെങ്കിൽ കൂടെ ഞങ്ങൾക്ക് തന്നെ അറിയില്ലായിരുന്നു. ഇതിപ്പോ അവൾക്ക് ഭയങ്കര സർപ്രൈസ് ആവുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. ചേച്ചി പറഞ്ഞു, ഗായത്രി ചേച്ചി പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് നിങ്ങളൊരു പരിപാടി നടത്തുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മള് തീരുമാനമാക്കി ഉഷാറാക്കിയിട്ട് നമുക്ക് ബ്രൈറ്റ് ട്യൂബി എന്നുള്ള രീതിയിൽ കൊടുക്കുക. ഒരു സർപ്രൈസ് ആയിട്ടുള്ളൊരു ബ്രൈറ്റ് ട്യൂബിയാണ്. എന്താ സംഗതി എന്നൊന്നും അറിയില്ല. ആള് ഒരു എക്സ്പ്രഷൻ കിങ് ആണ്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് അത്രയും എക്സ്പ്രഷൻ കിട്ടും. ഏതായാലും കല്യാണത്തിന് നമ്മൾ മുൻകൂട്ടി എല്ലാവിധ ആശംസകളും നേരെയാണ്. അവര് ദുഷ്ടം. അവരുടെ ഉള്ളിൽ ഹൃദയം വിങ്ങുന്നത് എനിക്ക് ഇവിടെ കേൾക്കാം. ശരിക്കും വന്ന് അവര് ഭയങ്കരമായിട്ട് വിഷമിച്ചോണ്ടിരിക്കുക. ചേച്ചിയൊക്കെ ഇങ്ങനെ കരയുന്നത് എനിക്ക് കാണാം. പ്രീ ചേച്ചിയുടെ കണ്ണതങ്ങനെ നിറഞ്ഞോണ്ടിരിക്കുകയാണ്. അടിപൊളിയുണ്ട്. ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല സീരിയസ്ലി. ഇത്രയും ആൾക്കാരെ, അതായത് അവര് എക്സാമിന്റെ ഇടയിൽ എന്റെ ഫ്രണ്ട്സ് ഇവിടെ എത്തിയിട്ടുണ്ട് എങ്കിൽ സമ്മതിച്ചു കേട്ടോ. കാരണം ഇത്രയൊന്നും ഞാനൊട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ആരുടെ സൈഡിൽ നിന്നും. ഹാപ്പി അല്ലേ? ഭയങ്കരമായിട്ട്